ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഏകദേശം എൻ്റെ ലൈഫ് എന്താന്ന് ഞാൻ കാണിച്ചു തരട്ടെ. പക്ഷേ രാത്രികത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ചില സാഹചര്യങ്ങൾ സമ്മർദ്ദം കൊണ്ട്. അപ്പോൾ രാവിലെ തന്ന് ദോശയാണ് കേട്ടോ. എല്ലാവരും ദേശീയ ഭക്ഷണം തന്നെ ആയിക്കാരം. ഇവിടെ എൻ്റെ ഫാദർ ഇല്ലോക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അല്ലുവിന് കുറച്ച് നേരത്തെ വണ്ടി വരും. അതുകൊണ്ട് തന്നെ ദോശ മതി എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അതാണല്ലോ എളുപ്പം. പിന്നെ തക്കാളി തപ്പിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. ഈ സമയം അല്ലുമോനോട് ഹോംവർക്ക് ചെയ്യണോ എന്ന് രാവിലെ അല്ലേ ഹോംവർക്ക് ചെയ്യില്ല. അതിൻ്റെ ഇടയിൽ അവൻ്റെ നൂറുകൂട്ടം സംശയങ്ങൾ അത് വേറെ. അങ്ങനെ ഓനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഓൻ ആകെ ഉരുളങ്കിഴങ്ങിൻ്റെ ഫ്രൈ മാത്രം കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ സ്കൂൾക്ക്. ഇപ്രാവശ്യം അങ്ങനെ പറ്റൂല, എല്ലാ പച്ചക്കറി ഞാൻ ആക്കി തരാം, അതൊക്കെ ഇജ്ജ് തിന്നണമെന്ന് ഞാൻ പറയണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളിൻ്റെ കൂട്ടാൻ കൊടുത്തേക്കാം, പിന്നെ പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓൻ്റെ ചോറ് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 7 ആകുമ്പോഴത്തേനും എല്ലാം സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊരു എന്തൊക്കെയോ പോലെ ഭയങ്കര ടെൻഷൻ, അതിനി റെഡി ആവില്ല വെച്ചിട്ട് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പപ്പടം ഞാൻ പൊരിച്ച് വെച്ചിരിക്കണം, ആ ചട്ടിയിൽ തന്നെ തക്കാളി കൂട്ടാൻ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ, നമുക്ക് സമയം ലാഭിക്കും ചെയ്യാം. പിന്നെ വേറെ പാത്രങ്ങളും കാര്യങ്ങളൊന്നും പരക്കൂല. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, എനിക്ക് ഈ പാത്രങ്ങൾ ഇങ്ങനെ പരക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് സിങ്കിലിടുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഒരു പണിയെടുക്കുന്നിടയിൽ ഒരു 10 വട്ടം പാത്രം മോറാൻ വേണ്ടിയിട്ട് ഞാൻ പോട്ടെ, ഒരു പാത്രം വരുന്നാൽ അത് അപ്പം തന്നെ മോറി കൗത്തണം, അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. പക്ഷേ രാവിലത്തെ സിങ്കിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ആ സിങ്ക് ഉണ്ടല്ലോ, ഏറ്റവും വലിയ സിങ്ക് നോക്കിയിട്ടാണ് എനിക്ക് എൻ്റെ മാപ്പിള വെച്ച് തന്നിരിക്കുന്നത്. അത് മൊത്തത്തിൽ അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാൻ ഒക്കെ സെറ്റാക്കി മേലെ പോയി നോക്കി അല്ലുവിനെ ഉണർത്താനോ. ഇവരെ എന്തൊരു ഉറക്കാന്ന് പറയുക, കണ്ടപ്പോൾ എനിക്ക് പുതിയവാ. അതിന് ഞാൻ അസാനുവിനെ ഉണർത്താതെ അല്ലുവിനെ മാത്രം കൊണ്ട് ഉണർത്തി കൊടുന്നു. അത് ഈ ഉറക്കത്തിൽ നിന്നുള്ള ഈ ഉണർത്തലുണ്ടല്ലോ, അസാനും ഉണരാതെ അല്ലുവിനുള്ള ഈ ഉണർത്തൽ, ഇത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു സംഭവം കഴിഞ്ഞു കേട്ടോ. ഉണർന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവനെ മര്യാദക്ക് തിന്നാനും കുടിച്ചാനൊന്നും അയക്കൂല. പിന്നെ അല്ലു അങ്ങോട്ട് കാട്ടും, ഓൻ ഇങ്ങോട്ട് കാട്ടും. അങ്ങനെ ഒന്ന് രണ്ട് ഞാനും പറഞ്ഞ് അങ്ങനെ ആകെ തല്ലും പൊടി ഒച്ചപ്പാടും ബഹളും ഒക്കെ ആണ് കാരം. പിന്നെ ഞാൻ എന്നും അല്ലുമ്പം പോയിൻ്റെ ശേഷം ഫുഡ് കഴിച്ചിരുന്നത്. അപ്പോൾ ഏകദേശം 8:30 8:45 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി രാവിലത്തെ ഫുഡിൻ്റെ സമയത്തിൽ കുറച്ച് മാറ്റം വരുത്താമെന്ന് തോന്നിയിട്ടാ. അപ്പം ഞാൻ അല്ലുവിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ചായ കുടിക്കൽ. പിന്നെ ഓനിക്ക് എന്നും ഫ്രൂട്ടാണ് സ്കൂൾക്ക് കൊടുത്തയക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ഇന്ന് നേരത്തെ തന്നെ പറഞ്ഞ് ഇന്ന് ഞാൻ ഫ്രൂട്ട് കൊണ്ടുപോകില്ല, എനിക്ക് എന്തെങ്കിലും ബേക്കറി തരണമെന്ന്. പക്ഷേ ഇവിടെ ഈ ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവില്ല. അങ്ങനെ കൊടുന്ന് വെക്കുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, അങ്ങനെ കൊടുന്ന് വെക്കലുമില്ല. ആകെ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഈ ഒരു ബ്രെഡാണ് കൊണ്ടുവരിക, അത് എപ്പോഴെങ്കിലുമൊക്കെ കൊണ്ടുവരലുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അത് ചൂടാക്കി കണ്ട് കൊടുക്കാമെന്ന്. 2 എണ്ണം എനിക്ക് ഇവിടുന്ന് കഴിക്കുകയും ചെയ്യാം, 2 എണ്ണം സ്കൂൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാം വിചാരിച്ചു. പിന്നെ ഇതൊക്കെ വാരി വലിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ പഠിക്കുക അതൊട്ട് ഇല്ലേനെ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്ടും ഇങ്ങോട്ടും ആക്കിയിടും. എന്നിട്ട് ഒക്കെ അവിടെ ഇവിടെയാണ് ഈ കാരണം. കുറേ സാധനങ്ങൾ അസാനും എടുത്തുകൊണ്ടുപോകും. എന്നിട്ട് പിന്നെ അസാനുവിനെ ചിലപ്പോൾ ഉറക്കത്തു നിന്നൊക്കെ ഒന്തിയിട്ട് ഞാൻ ചോദിക്കലാണ്, ഇജ്ജ് അതോടെ കൊണ്ടുപോയിച്ച് മറ്റേതോടെ കൊണ്ടുപോയിച്ച് എന്നൊക്കെ. അതാണ് അവസ്ഥ, എന്താ ഇപ്പം ചെയ്യുക. അങ്ങനെ അവൻ്റെ ബാഗ് അവിടെയാണ് ഞാനണ്ട് സെറ്റാക്കി. ബാഗ് സെറ്റാക്കിയ പിന്നെ 100% ഒരു 50% ആശ്വാസമായി. പിന്നെ ടാഗ് ഇട്ടവനെ പറഞ്ഞയക്കണം. ഈ ടാഗ് ഇന്നലെ കിട്ടിയതാണ്, അതിൻ്റെ പൊലിവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓൻ്റെ മാല എന്നാണ് അവൻ പറയുന്നത്. പിന്നെ എന്നും ഇതേപോലെ മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ നിൽക്കാനുള്ള ടൈം അല്ലുവിന് കിട്ടലുണ്ട്. ഞാൻ ഓനെ അങ്ങനെയാണ് റെഡിയാക്കുക. 8:30 വണ്ടി വരികയാണെങ്കിൽ 8:15 ആകുമ്പോഴത്തേന് തന്നെ ഇതേപോലെ മാറ്റിച്ച് ഞാൻ റെഡിയാക്കും. അല്ലെങ്കിൽ എനിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല, പിന്നെ ഓനക്കും തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ രാവിലെ ഞാൻ അല്ലുമ്പം പോയൊക്കെ ചെയ്യുന്ന പരിപാടി കൊലായി ഭാഗം ക്ലീൻ ആക്കുക എന്നിട്ട് പറയാം. കൊലായി ഭാഗം എന്ന് വെച്ചാൽ ഞാനിവിടെ അങ്ങനെയൊക്കെയാണ് പറയല്. അപ്പം അതേപോലെ ആണ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ കിച്ചണിക്ക് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇപ്പാൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് ഇപ്പാനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ എന്നൊരു ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ചിക്കൻ ബിരിയാണി ആക്കാമെന്ന്. പക്ഷേ ഓനെ ഇപ്പം മൂപ്പരെ കൊണ്ടുവരാൻ വേണ്ടി പോയിക്കണേ. മൂപ്പര് കുറച്ച് ലോങ്ങാണ്. ലോങ് മീൻസ് എളയൂർ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. അപ്പോൾ ആളവിടുന്ന് രാവിലെ തന്നെ ഏകദേശം പുറപ്പെട്ട് കോട്ടയ്ക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പോയിക്കണം. അപ്പോൾ ഓര് വരുമ്പോഴത്തേന് ക്ലീനിങ് എനിക്ക് കഴിക്കണം. അപ്പം ഞാൻ അടിച്ചുതരാൻ വേണ്ടി പോയപ്പോൾ ഡൈനിങ് ഹാളിൽ ഇല്ലാത്ത സാധനങ്ങളില്ലേ, സ്റ്റൂള് മൊത്തം അവസാനം നിരത്തി വെച്ചിരിക്കണം. അതൊക്കെ ഒന്ന് അട്ടിക്കിട്ടിട്ട് വേണം ഒന്ന് അടിച്ചു വരണമെങ്കിൽ. അടിച്ചു വരുമ്പോഴോ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉള്ളിൽ. പിന്നെ ഈ പാത്രം ഞാൻ പറഞ്ഞില്ലേ, സിങ്ക് ഇങ്ങോട്ട് നിറയും രാവിലെ, ഇത് മൊത്തം മോറി വെക്കണം, അല്ലെങ്കിൽ എനിക്ക് പിന്നെ വേറൊരു പണിയെടുക്കാനും തോന്നൂല. അങ്ങനെ ഓരോന്ന് കയറ്റിനിടയിൽ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ വിചാരിക്കേണ്ടത് ഈ എടുത്ത പണി തന്നെ എന്നും എടുക്കുക ഭയങ്കര ബോറിംഗ് ഉള്ള പരിപാടിയാണ്. എൻ്റെ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഏറ്റവും ഈറുള്ള പണിയായിരുന്നു ഈ പാത്രം കഴുകലിട്ട്. അന്ന് തന്നെ എൻ്റെ അമ്മ എന്നോട് പറയലുണ്ടായിരുന്നു, ആ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് കാണാം അതൊക്കെ എല്ലാവരുടെ പാത്രം ഇജ്ജന്നെ മോറേണ്ടി വരും എന്നൊക്കെ. ഇപ്പം അതുപോലെ തന്നെ ആയി. എന്തപ്പോൾ എടുക്കല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. എല്ലാ പെണ്ണുങ്ങളും ഇന്നെപ്പോലെ തന്നെ ആണ് ഇക്കാരം. അങ്ങനെ ഉള്ളിൻ്റെ പരിപാടി, ഉള്ളി തൊലിക്കലൊക്കെ ഞാൻ ആദ്യം തന്നെ കഴിച്ചിക്കണേ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെക്കലുണ്ട്, പക്ഷെ ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞിക്കണ്. അതിൻ്റെ പരിപാടി ഇമ്മ അങ്ങോട്ട് ഏറ്റെടുത്തു. പിന്നെ ഈ മെഷീൻമേലാണ് ഞാൻ
ഉള്ളി കട്ട് ചെയ്യില്ല. അതുകൊണ്ട് പിന്നെ വലിയ സമാധാനമുണ്ട്. പിന്നെ ചിക്കന് ഫ്രൈ ആക്കിയിട്ടാണ് ബിരിയാണി വെക്കണത്. അസാന് കുറേ നേരം എൻ്റെ വൈത്താലെ നടക്കുന്നുണ്ട് ട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി കൊടുക്കാൻ എനിക്ക് ടൈമില്ല. എനിക്കിന്ന് ഈ ബിരിയാണി വെച്ചതിൻ്റെ ശേഷം അംഗനവാടിക്കൊന്ന് പോവണ്ട അമൃതം പൊടി വാങ്ങാൻ. അതായത് ഇവർ ഫുഡിന് ഇപ്പോൾ ഒരു പള്ളിക്ക് പോയിക്കണല്ലോ. ഇനി ഇവർ ഫുഡിന് വരുമ്പോഴത്തേന് എനിക്ക് അംഗനവാടിയിൽ നിന്ന് അമൃതം പൊടി വാങ്ങിയിട്ട് അങ്ങോട്ട് വരണം. അപ്പോൾ ബിരിയാണി സെറ്റായി. പിന്നെ തുടക്കാൻ ഞാൻ ഒരിക്കൽ അടിച്ചു വാരി ഇട്ടതാണ്. അത് അതേപോലെ എൻ്റെ അസാനു കച്ചറാക്കിയിരിക്കണം. അപ്പോൾ ഒന്നുകൂടെ എനിക്ക് ക്ലീനിങ്ങും ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇപ്പയും ഫ്രണ്ടും വന്ന് ചായയൊക്കെ കുടിച്ച് പള്ളിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് മറന്നുപോയി. ഫൈനലി നമ്മൾ ബിരിയാണി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതിന് ഫുള്ള് വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ട് കഴിഞ്ഞില്ല. ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ള മട്ടിലാട്ടോ ഞാൻ അണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ആകെ അത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ നെയ്യ് ഉണ്ടല്ലോ, ഇത് ഹോം മെയ്ഡാണ് കേട്ടോ. ഇവിടെ നെയ്യൊന്നും പുറത്തുനിന്ന് വാങ്ങലില്ല. നെയ്യ്, തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിസ്റ്റർ മദറിൻലോ പെരയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കലാണ്. ഉമ്മാക്ക് അത് പുറത്തുനിന്ന് വാങ്ങുന്നത് ഇഷ്ടമല്ല. അത് മാത്രമല്ല, പൊടി ഐറ്റംസ് ഒന്നും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങൂല. നമ്മളിവിടെ വാങ്ങി ഉണക്കി പൊടിക്കുക, അതാണ് ഉമ്മാക്ക് ഇഷ്ടം. എനിക്കൊന്നുകൂടെ ടേസ്റ്റും അതിന് തന്നെ ആയിട്ട് തോന്നിക്കണത്. ലാസ്റ്റിൻ്റെ തുടക്കലും അങ്ങോട്ട് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും അംഗനവാടിക്ക് പോവാം. ഇവനുണ്ടല്ലോ പൊരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ നടന്നുകൊണ്ട് എന്നൊക്കെ പറയും എന്നോട്. കുറച്ചാണ്ട് കഴിഞ്ഞാൽ കാണാം അവൻ്റെ സ്വഭാവം. കുറേ ഓൻ ഇങ്ങോട്ട് നടക്കും, പിന്നെ കുറേ തെക്കേക്ക് നടക്കും, കുറേ പടിഞ്ഞാറേക്ക് നടക്കും. അങ്ങനെ 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 നടക്കുന്ന ഇടയിലാണ് നമ്മളെ ഗസ്റ്റ് ഇതാണ് കേട്ടോ. ആള് എൻ്റെ കാക്കാൻ്റെ മോനാണ്. പള്ളി കഴിഞ്ഞ് വരികയാണ്. അപ്പോഴാണ് ഞങ്ങൾ പോണത്. ഈ കാണുന്ന കുന്നാണ് നമുക്ക് കയറേണ്ടത്. ഈ അസാനുവിനായിട്ട് ഇത് കയറി കഴിയുമ്പോഴത്തേന് ഞാനൊരു വിധാവും. ഞാൻ പറഞ്ഞ പോലെ ഓനിൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഒക്കത്ത് കയറിയിട്ട് എന്നാൽ മുണ്ടാതിരിക്കണമെങ്കിൽ തിരക്കടിയില്ല. 100 കൂട്ടം സംശയങ്ങൾ. എന്നിട്ട് ഞാൻ പാട്ട് പാടി കൊടുക്കണം. പാട്ട് പാടില്ലെങ്കിൽ നുളോളിച്ചെന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ കിതച്ചിട്ട് പാടാൻ പറ്റണ്ടേ. അങ്ങനെ അംഗനവാടിയിലെത്തി അമൃതപ്പൊടി വാങ്ങി വന്നപ്പോഴത്തേന് നമ്മളെ ഗസ്റ്റ് വന്ന് ചോറുന്നൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ എല്ലാം സെറ്റാക്കി വിളമ്പി കൊടുത്തിരുന്നു. ഇവിടെ ഒരാൾ ചോറുന്നലും കഴിഞ്ഞ് ചീറിയെടുക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് എല്ലായിടത്തും കഴിഞ്ഞിട്ട് അസാനുവിൻ്റെ പ്ലേറ്റിൽ കുറച്ച് ചോറ് കണ്ടിട്ടു. പിന്നെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നില്ല. ഞാൻ വെച്ച ബിരിയാണി എനിക്ക് ഓവർ കഴിക്കാൻ പറ്റൂല കേട്ടോ. എനിക്ക് പെട്ടെന്ന് ചടക്കും. എന്താണെന്നാവോ, ചിക്കൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. ഫ്രൈ ആക്കിയാൽ മാത്രമേ ഞാൻ തിന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ പൊരേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. എൻ്റെ അമ്മക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇജൊന്ന് വരുമോ എന്ന് ചോദിച്ചു വിളിച്ചു. ചോറുന്നൽ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോഴാണ് എൻ്റെ അമ്മേൻ്റെ കോള് വന്നത്. പിന്നെ നമ്മളമ്മമാർ വിളിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് കണ്ട് പോയി. ഞാൻ ഫോൺ ഓൺ ആക്കിയത് കണ്ടിട്ട് ബാക്കിൽ നിന്ന് എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓളൊരു ഫോണ് വലിക്കമ്മലെ ഫോണ് എന്നൊക്കെ പറഞ്ഞു കണ്ടാണ് കേട്ടോ ആൾ കയറി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അൽമാസ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അമ്മക്ക് കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മളോട് പറയാതൊക്കെ കുറേ കൊണ്ടുവന്നിരിക്കണം. എൻ്റെ അമ്മ അങ്ങനെയാണ് കേട്ടോ. ആദ്യമൊന്നും ഹോസ്പിറ്റലിലേക്ക് പോവില്ല. പിന്നെ 1000 ചിലവാക്കേണ്ടടുത്തൊരു 2000 3000 ആളങ്ങോട്ട് പൊട്ടിക്കും. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂ. അങ്ങനെ അമ്മ കാണിക്കുന്ന ഡോക്ടർ ഇതാണ്. അവിടെ പോയപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഡോക്ടർ ഇല്ലയെന്ന്, പിന്നെ പറഞ്ഞു ഉണ്ടെന്ന്. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് ഞങ്ങൾ തിരിച്ച് പോന്നപ്പോഴത്തേന് അങ്ങോട്ട് രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയം എനിക്ക് കാറിൽ നിന്ന് ഭയങ്കര ടെൻഷൻ. എൻ്റെ അല്ലുമ്മ സ്കൂളിട്ട് വന്നുകൊണ്ട് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവോ, ഇന്നെ ആലോചിച്ച് ടെൻഷൻ ആയിട്ടുണ്ടാവോ എന്നൊക്കെ. അങ്ങനെ ഉമ്മാനെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.